നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കി നോക്കിയാലോ. കൂർഗിൽ സ്പെഷ്യൽ കടുംപുട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. നോൺ വെജിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതി. ഓയിലായാലും കുഴപ്പമില്ല. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് തിളയ്ക്കാൻ വെക്കാം. അത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു കപ്പ് തന്നെ 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ നല്ല ജീരകവും കൂടി ഇട്ടിട്ട് അതൊന്ന് തോരന് ചതയ്ക്കുന്നത് പോലെ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ 1 കപ്പ് നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ, പുട്ടുപൊടിയാണ് എടുക്കുന്നത്. ഇടിയപ്പപ്പൊടിയല്ല കേട്ടോ, പുട്ടുപൊടിയാണ് എടുക്കേണ്ടത്. ഒരു ചെറിയ തരതരപ്പുള്ള പൊടിയാണ്, അതാണ് എടുക്കേണ്ടത്. 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പുട്ടുപൊടിക്ക് 2 കപ്പ് വെള്ളമാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ ഒരു പരുവത്തിലേക്ക് വറ്റിച്ചെടുക്കാം നമുക്ക് ഈ വെള്ളത്തിന്. ഇത് പായ വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂട് നമ്മുടെ കൈ കുഴയ്ക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് ആകുന്നവരെ ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് കുഴയ്ക്കാൻ പറ്റുന്ന പരുവത്തിലായിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ ഉരുളകളാക്കില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഉരുളകളാക്കി എടുക്കാം ഇതിനെ. ഇതിപ്പോൾ ഞാൻ എല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ ഒരു തേങ്ങയുടെ കോട്ടിങ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കൊഴുക്കട്ടേൻ്റെ മാവുണ്ടല്ലോ, അത് ഈ തേങ്ങയിലിട്ട് ഒന്ന് ജസ്റ്റ് പുരട്ടിയെടുക്കാം. അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ തേങ്ങ അതിലേക്ക് ഒട്ടിപ്പിടിച്ചോളും. അതേപോലെ എല്ലാ കൊഴുക്കട്ടയിലും നമുക്ക് തേങ്ങ കോട്ട് ചെയ്തെടുക്കാം. കുറച്ച് നെയ്യൊക്കെ ഇതിൽ ഉരുളയാക്കുമ്പോൾ നെയ്യ് ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം തേങ്ങ പറ്റിപ്പിടിക്കും കേട്ടോ. ഇത് ഞാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് പറ്റിപ്പിടിക്കാത്തത്. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ഇത് എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഒരു ഇഡ്ഡലി തട്ടിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിന് മേലെ ഒരു തട്ട് വെച്ചിട്ട് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. വാഴയില വേണമെന്നില്ല, പക്ഷേ വാഴയില വെക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും. അതും കൂടെ വെച്ചിട്ട് നമുക്ക് ഈ ഉരുളകൾ ഓരോന്നോരോന്നായി നിരത്തി വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 13 മിനിറ്റ്, നമ്മൾ ഓൾറെഡി വെന്ത മാവാണ്, അതുകൊണ്ട് 13 മിനിറ്റ് മതി. 13 മിനിറ്റ് വേവിച്ചെടുക്കാം. 13 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല മണമുണ്ട് കേട്ടോ. ആ തേങ്ങ വെന്തതിൻ്റെയും ഇലയുടെയും ഒക്കെ ആയിട്ട് നല്ല മണമുണ്ട്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കറിയുടെ കൂടെ നോൺ വെജ് ഏത് ചിക്കൻ കറിയാണെങ്കിലും ഏത് നോൺ വെജ് കറിയാണെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാണ് വെറുതെ കഴിക്കുന്നതിനും കാട്ടി കൂടുതൽ. പക്ഷേ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്കും നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.